നോക്കൂ ഗൈസ് ഈബിൾ ജെറ്റ് എഗെയിൻ പെട്ടിരിക്കുകയാണ് ഗൈസ്. ഇവരെപ്പോൾ ട്രിപ്പ് തുടങ്ങിയാലും ഇവർക്ക് ഒന്ന് രണ്ട് പെഡൽ എന്താണെങ്കിലും ഉള്ളതാണ്. ആസ് യൂഷ്വൽ ഒരു വണ്ടി കേട് വരുന്ന സിറ്റുവേഷൻ അല്ല ഇതിനകത്ത് നാട്ടിലെ പോലെ പോലീസ് പിടിച്ചൊരു വിഷയമാണ്. ഇവരുടെ ട്രാവലിലൊക്കെ പോലീസ് പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലുമായിട്ട് ഇവരെ പൊക്കാറുണ്ട്. ഇവരവിടെയൊക്കെ ആർഗ്യൂ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എന്താണെങ്കിലും എസ്കേപ്പ് അടിച്ച് പോരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ജോർജിയയിൽ നിന്ന് കിട്ടിയ പണി നല്ല ഏട്ടിൻ്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ജോർജിയയിലുള്ളവരുടെ വീഡിയോൻ്റെ തംബ്നെയിൽസും ടൈറ്റിൽസും ഒക്കെയാണ് പുലി വരുന്നേ എന്ന് പറഞ്ഞ പോലെ ആദ്യത്തെ കുറേ വീഡിയോസിൽ ജോർജിയ പോലീസ് എന്നൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് പോലീസ് പൊക്കിയപ്പോൾ നല്ല 8-16 പണിയിട്ടിരിക്കുകയാണ് ഇവർ. എന്താണ് വിഷയം എന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ് നോക്കൂ, കഴിഞ്ഞ 10-20 ദിവസമായിട്ട് ഇതാണ് ഞങ്ങളുടെ പരിപാടി. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന പാർക്കിംഗ് പ്ലേസിൽ ഞാനും ലിബിനും ഇങ്ങനെ കിടക്കുവാണ്. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് നമ്മുടെ വണ്ടി കഴിഞ്ഞ 10-20 ദിവസത്തിന് മുമ്പേ ഇവിടെ വെച്ച് പിടിച്ചായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സർക്കാർ ഓഫീസും അതുപോലുള്ള സംഭവങ്ങളൊക്കെ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഇപ്പം വന്നിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിചിത്രമായ കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ലൈസൻസും സാധനങ്ങളും പിടിച്ചെടുത്തു, പക്ഷേ അവർക്ക് അത് പ്രൂവ് ചെയ്യണം. അതിന് 3 മാസം വേണം, അല്ലെങ്കിൽ 5 മാസം. അപ്പം ഇത്രയും സമയം നമ്മൾ ഇവിടെ ചിലവഴിക്കണമെന്നാണ് അവർ പറയുന്നത്. ഗൈസ് നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ എല്ലാ സാധനവും ഒറിജിനലാണ്, എന്നിട്ട് പോലും ഞങ്ങൾക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. അതായത് ഞങ്ങൾ കള്ളനാണ് എന്ന് പറയേണ്ട സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇവിടെ 3 മാസത്തോളം അല്ലെങ്കിൽ 3 തൊട്ട് 5 മാസം വരെ അവർ പറഞ്ഞാൽ നമ്മളിവിടെ നിൽക്കണം. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യയിലേക്ക് ഫയലെല്ലാം അയച്ചു കൊടുത്താൽ 5 മാസം എടുക്കുമ്പോൾ അവർക്ക് റിപ്പോർട്ട് കിട്ടാൻ. പിന്നെ അത് കൂടാതെ വേറൊരു യാഥാർത്ഥ്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സമയം നമ്മൾ നിൽക്കണം. ഇനി നമ്മൾ കള്ളനാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാം ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അടച്ച് പോവാം. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഓഫീസിൽ ചെന്ന് നമുക്കൊരു കാര്യം നമ്മളവിടെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഓഫീസർമാർ പല ദിവസവും ലീവായിരിക്കും. നമ്മൾ ഒരു 4 വട്ടെങ്കിലും നമ്മൾ ആ ഓഫീസിൽ കയറിയിട്ട് സത്യം പറഞ്ഞ് നമ്മൾ ചുറ്റിച്ച് കളഞ്ഞവർ. ആദ്യം ഒരാളുടെ അടുത്ത് ചെല്ലും, അവർ കേൾക്കാൻ തയ്യാറാവില്ല. അതായത് ഇന്ത്യക്കാരെന്ന് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പറയുന്ന എല്ലാം തെറ്റാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുക. അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പറയും ഞങ്ങൾ ഇവിടെ ബോട്ട് ഓടിക്കാൻ വേണ്ടി വന്നതല്ല, സ്വന്തം വണ്ടിയും കൊണ്ട് വന്നതാണ്, നമ്മളൊരു ടൂറിസ്റ്റ് ആണ്, ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് വെറും ക്രോസിന് വേണ്ടി മാത്രം, ക്രോസ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്ത് ട്രാൻസ്ലേറ്റ്, അതായത് ഒരു രാജ്യത്തുനിന്നും മറ്റൊരു രാജ്യത്തോട്ട് പോകാൻ വേണ്ടി മാത്രം വന്നതെന്ന് പറയുമ്പോൾ അവർ സംസാരിക്കാൻ ഒരു ചെറിയ താല്പര്യവും, സംസാരിച്ച് താല്പര്യം എല്ലാം എത്തിക്കഴിയുമ്പോഴത്തേന് ഈ പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥനെ തന്നെ വിളിക്കും. അവർ പറയും ഇവരുടെ സാധനങ്ങളെല്ലാം കള്ളത്തരം. വിഷയം ഇവരുടെ വണ്ടി പിടിച്ച സമയത്ത് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്തപ്പോൾ അവിടുത്തെ പോലീസിന് ഡൗട്ട് തോന്നി. ഓക്കെ, ഇവരുടെ കയ്യിൽ ഇന്ത്യൻ ലൈസൻസും ഉണ്ട്, പിന്നെ ഇവരുടെ IDP ഉണ്ട്. ഓക്കെ, അപ്പോൾ ആക്ച്വലി വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇവരുടെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്ന ഒരാളാണ്. പല വീഡിയോസ് ഞാൻ എടുത്ത് വെച്ച് എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ വിമർശിക്കേണ്ട സമയത്ത് വിമർശിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആകെ കണ്ടൊരു ഇഷ്യൂ എന്താ പറയുക, അവിടെ പല രാജ്യങ്ങളിലായിട്ട് ഇവർ സഞ്ചരിക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. ഇവരിപ്പോഴും ഒരു ബിഗിനർ സ്റ്റേജിലാണ് എല്ലാ രാജ്യത്തിലും കയറി പോകുന്നത്. ടൂറിസ്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഫ്ലുവൻസർ ആയിട്ടാണെന്നുണ്ടെങ്കിലും എങ്ങനെ ഒരു ട്രാവലർ ആയിട്ടാണെങ്കിൽ പോലും ഒരു ടൂറിസ്റ്റാണ്. ഇവരിങ്ങനെ വണ്ടി കൊണ്ട് ട്രാവൽ ചെയ്യുന്നതാണ്. അറ്റ്ലീസ്റ്റ് കയറി പോകുന്ന രാജ്യങ്ങളിൽ ഏത് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഇവർക്ക് ഒരു ലാംഗ്വേജും വേണ്ട, ഉള്ള ഇംഗ്ലീഷ് തന്നെ ഒന്ന് ബെറ്റർ ആക്കാം. പല സാഹചര്യത്തിലും ഇങ്ങനെ തോന്നാറുണ്ട്. അതായത് എല്ലാം അടിപൊളിയായി വരുന്നുണ്ട്, ഇതൊക്കെ ട്രാവൽ ചെയ്യണം അല്ലെങ്കിൽ എല്ലാ രാജ്യവും എക്സ്പ്ലോർ ചെയ്യണം, നമ്മളെ രാജ്യം വിട്ട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളുടെ ഏറ്റവും ബേസിക് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മളൊന്ന് സെറ്റാക്കേണ്ടതാണ്. ഇവർക്ക് അതില്ല. ഓക്കെ അവരുടെ രീതികൾ അങ്ങനെയാണ്, അവർക്ക് അങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാം മനസ്സിലാക്കാം. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. എത്ര കാലമായി പരിപാടി തുടങ്ങിയിട്ട്. ബെറ്റർ ആവേണ്ടേ, നമ്മളെ ലൈഫ് സ്റ്റാൻഡേർഡ്സ് ഒന്നും കൂടണ്ടേ, അതിനൊപ്പം തന്നെ നമ്മളുടെ സ്കില്ലും കൂടണം. നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്, നമ്മൾ രാജ്യത്തിൽ പോകുമ്പോൾ ആ രാജ്യത്തിനെ കുറിച്ച് പഠിക്കണം, അവിടുത്തെ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കണം, നമ്മൾ ആ രാജ്യത്തിൽ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അറ്റ്ലീസ്റ്റ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളത് സംസാരിച്ച് നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അങ്ങനത്തെ ഒരു ബേസിക് കാര്യങ്ങളും ഇവരെന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. ഇവരങ്ങോട്ട് ഇടിച്ച് കയറി ഒരു രാജ്യത്തു നിന്ന് മറ്റേ ഇവിടുന്ന് അവനാൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തുള്ളവൻ്റെ മറ്റേ മതിൽ ചാടിയിട്ട് കുടുംബക്കാരും വീട്ടിൽ പോകണമെന്ന് ചാടി കയറി പോണ പരിപാടിയാണ്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ്
ഇവർക്ക് ഈ പറഞ്ഞ ഇപ്പോൾ അവരുടെ ലൈസൻസ് ഇഷ്യൂ അവർക്ക് ഫേക്ക് ലൈസൻസ് ആണെന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെയുള്ള സ്കീമിലാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെ പിടിച്ചു വെച്ചു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴും ഇതിനകത്ത് ഇവരെ ആദ്യം ഈ രാജ്യത്തിലേക്ക് ഇവർ കയറിയത് മുതൽ ഇവരെ പോലീസ് പിടിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഈ പോലീസിൻ്റെ ഏകദേശമുള്ള പരിപാടികൾ, ജോർജിയൻ പോലീസിൻ്റെ ഒക്കെ ഏകദേശമുള്ള ഒരു സ്കീം ഇവർക്ക് അറിയാം. അതല്ലാതെ അവിടെയുള്ള സ്റ്റുഡൻസ് കുറച്ച് പേര് ഇവിടെയുള്ള പോലീസിനെ കുറിച്ചും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ, അതായത് അവരുടെ രാജ്യത്തേക്ക് വരുന്ന ഇന്ത്യൻസ് വന്നുണ്ടാക്കുന്ന ബേസിക് കച്ചറകൾ വിഷയങ്ങളൊക്കെ കാരണം അവിടെയുള്ള പോലീസിനും അവിടെയുള്ള നേറ്റീവ് പീപ്പിൾസിനൊക്കെ നമ്മളെ രാജ്യക്കാരുള്ള ഒരു ദേഷ്യത്തിനെ കുറിച്ച് ഓൾറെഡി ഒരു അലാം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും ഇവരതൊന്നും മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു സ്കീമും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അങ്ങനെ റഷ്യയുടെ വിട പറഞ്ഞ് റഷ്യയുടെ റോഡുകളോടും റഷ്യൻ തീരങ്ങളോടും റഷ്യൻ തെരുവുകളോടും യാത്ര പറഞ്ഞ് നമ്മളങ്ങനെ ജോർജിയക്ക് കയറാൻ വേണ്ടി പോവാണ്. നമ്മുടെ അടുത്ത രാജ്യമായ ജോർജിയ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന വഴി കൂടെയാണ് നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകേണ്ടത്. പിടിച്ചു റോഡിൽ ഇറങ്ങിയില്ല. ഇന്നലെ ഞങ്ങൾ ഇവരെ കണ്ടു കേട്ടോ രാത്രിയിൽ. ഇന്നലെ ഞങ്ങളെ പിടിച്ചില്ല, ഇന്ന് പിടിച്ചു. ആദ്യം സ്ട്രോങ്ങിൽ നിന്നിട്ട് കുറേ കളിച്ച് നോക്കി കേട്ടോ. ലാസ്റ്റ് ഈ ഗ്ലാസ് ഫിലിമാന്ന് പറഞ്ഞാണ് മേടിക്കാൻ നോക്കി. പക്ഷെ ഇത് സ്റ്റിക്കർ അല്ല കേട്ടോ, ഈ വണ്ടി വന്നതാണ് ഇങ്ങനെ. ഇത് പഞ്ച് ഫോഴ്സിന്റെ യഥാർത്ഥ സാധനമാണ്. വേറെ ഒരു ഗാനം കാണിച്ചു കൊടുത്ത് ഇവർക്ക് വേറെ കാര്യമൊന്നും പറയാൻ. ഗൈസ് അതായിരുന്നു അവർ പിടിച്ചത്. 16,000 രൂപ ഇന്നലെ അടിച്ചു കൊടുത്തു. എന്തിനാ? ലൈസൻസ് ഉണ്ടെങ്കിലും ഫേക്കാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ നമ്മുടെ നാട്ടിലെ RTOന്റെ പേപ്പർ, ആ ലൈസൻസ്, ആ IDP ഇവിടെ ഫേക്കാ. അവർക്ക് കാർഡ് വേണം. ഇവിടുത്തെ ബാക്കി എല്ലാ രാജ്യത്തും ഇന്റർനാഷണൽ ലൈസൻസ് കാർഡാണ്. നമ്മുടെ മാത്രം ഈ പേപ്പർ പോലെ. നിങ്ങൾക്ക് കാർഡ് എടുക്കാമല്ലോ. കാർഡ് എടുത്താലും അത് ഫേക്കാന്ന് പറഞ്ഞിട്ട് 500 രൂപ ലൈസൻസ് ഉണ്ട്. അമേരിക്കൻ ലൈസൻസ് എടുത്താൽ. അതായത് ഈ രാജ്യത്തിൽ കയറി ഇവർ ആ രാജ്യത്ത് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയത് മുതൽ തന്നെ അവിടെയുള്ള സ്റ്റുഡൻസും പിന്നെ ഇതേപോലെ പോലീസിൻ്റെ ബിഹേവിയറൊക്കെ കാരണം തന്നെ ഇവരിത് മനസ്സിലാക്കി വെക്കേണ്ടതായിരുന്നു അവിടുത്തെ അവസ്ഥകൾ എന്തൊക്കെയാണ്. കാരണം ഓക്കെ, ഒരു രാജ്യമാണ്, ആ രാജ്യത്ത് ആ രാജ്യത്തിന് നിയമങ്ങളുണ്ട്. പുറത്തുനിന്നുള്ള ആളുകൾ ആ രാജ്യത്ത് വന്നിട്ട് അവരുടെ ജോലികളൊക്കെ കയ്യേറി അവിടുത്തെ ടാക്സി ഓടിക്കാൻ തുടങ്ങി, അവിടുത്തെ ഫുഡ് ഡെലിവറീസ് തുടങ്ങി. ഇന്ത്യക്കാരൻ്റെ മെയിനായിട്ട് തുടങ്ങുന്നു. ഇന്ത്യക്കാർ തന്നെ അവിടെ ഓൺ അറൈവൽ വിസയിലും പരിപാടികളിലൊക്കെ വരുന്ന ആളുകൾ, ടൂറിസ്റ്റായിട്ട് വരുന്ന ആളുകൾ, അവർ അവിടെ വന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഈ ടൂറിസ്റ്റുകൾക്കുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് പോലത്തെ ഒരു പരിപാടിയുണ്ട്. ആ സാധനമൊക്കെ വെച്ചിട്ട് ഇവർ എന്ത് ചെയ്താൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ വണ്ടി ഓടിക്കാനും പരിപാടിയൊക്കെ തുടങ്ങിയപ്പോൾ അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കി നിയമം. ആ നിയമം സ്ട്രിക്റ്റ് ആക്കിയത് കൊണ്ട് അത് ഓൾറെഡി ഒരു വാണിംഗ് ആയിട്ട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള ആളുകൾ. ബട്ട് സ്റ്റിൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, എനിക്ക് തോന്നുന്നത് ഇവർ ആ ഒരു ധൈര്യം കാണുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ 3 രാജ്യങ്ങൾ ട്രാവൽ ചെയ്ത്, റഷ്യ കഴിഞ്ഞു, ചൈന കഴിഞ്ഞു, നമ്മളിങ്ങനെ ഓരോ രാജ്യങ്ങൾ കഴിഞ്ഞ് വരികയാണല്ലോ. അപ്പോൾ നമ്മൾ വരുന്നു, ഇവിടെ നമ്മളെല്ലാം കാണിച്ചു കൊടുക്കുന്നു. പക്ഷെ കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, കൺവിൻസ് ചെയ്യാൻ പറ്റണം പോലീസുകാരെ. ഏത് രാജ്യത്ത് നിന്നാലും കുറച്ച് റെസ്പെക്ട്ഫുള്ളായിട്ട്, നമ്മളെ രാജ്യത്തേക്കാൾ കൂടുതൽ റെസ്പെക്റ്റ് പുറത്തുള്ളവർ നമുക്കും തരും, നമ്മൾ അങ്ങോട്ടും കൊടുക്കണം എന്നുള്ള സ്കീമാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവരെ ഭാഗത്ത് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് എന്താ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. ഓക്കെ, ഒരു രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ അവിടെയുള്ള ഐറ്റംസുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ അവരുടെ കമൻറ്റ് ബോക്സിലുണ്ടൊരു കമൻറ്റാണ്, ബോത്ത് ഓഫ് ദം ഡു നോട്ട് നോ ഹൗ ടു ഡീൽ വിത്ത് ദ ട്രാഫിക് ഇൻസ്പെക്ടർ ഓർ പോലീസ്. ദേ പാസ് 2 license to them, one Indian license and another international license. They do not want to see multiple license. Only one license provider ആണ് കൊടുക്കേണ്ടത്. അത് ജെന്യുവിൻ ആവും, ജെന്യുവിൻ ലൈസൻസ് കൊടുക്കണം. വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് 2 license provider are not matching. Their major problem is lack of communication skill. They don't know how to convince the authorities by talking English, or else they do not know any other languages other than മലയാളം. സത്യം, അതാണ് വിഷയം പറ്റിയിട്ടുള്ളത് ഇവിടെ. അതായത് ഒരു രാജ്യത്ത് ചെന്നു, ആ രാജ്യത്തെ പോലീസ് അവരോട് അവരുടെ വാലിഡ് ലൈസൻസ് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ കൊടുത്തിട്ടുള്ളത് ഈ വാലിഡ് ലൈസൻസ് ചോദിക്കുമ്പോൾ എടുത്ത് 2 ലൈസൻസ്, ഓക്കെ, രാജ്യത്ത് കൂടി പാസ് ചെയ്യുമ്പോൾ അവർക്ക് ഇൻ്റർനാഷണലി അവർക്ക് യൂസ് ചെയ്യാനുള്ള സാധനവും പിന്നെ അവരുടെ നോർമൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ലൈസൻസ് കൊടുത്തു. ആൻഡ് ഈ ഇന്ത്യൻ ലൈസൻസ് എനിക്ക് അറിയില്ല ഇവരിപ്പോഴത്തെ ഈ സ്മാർട്ട് കാർഡ് ആക്കിയിട്ടാണോ കൊടുത്തതെന്നുള്ളത്. പല രാജ്യങ്ങളിലും ഈ സ്മാർട്ട് കാർഡ് അല്ലാതെ നമ്മുടെ നാട്ടിൽ കാണോ അതിനൊരു പേപ്പറും കണ്ടോ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഓക്കെ, ഒരു കാര്യമില്ല. എനിക്കൊന്ന് അവിടെ ഇവർക്ക് പ്രശ്നം പറ്റി തോന്നുന്നുണ്ട്.
ഇപ്പം നമ്മുടെ എബിൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് 2017 2018 ലൈസൻസ് ആണ്. അതായത് അത് പരിവാഹനിൽ പോലും തപ്പിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടൂല. അതായത് പരിവാഹം വരുന്നതിന് മുന്നത്തെ ലൈസൻസ് ആണ് എബിൻ്റെ കയ്യിലുള്ളത്. അതായത് നമ്മുടെ RT ഓഫീസറിന് മാത്രം ഇത് ലൈസൻസ് ഒറിജിനലാണോ അല്ലയോ എന്ന് കാണാൻ വേണ്ടി പറ്റുള്ളൂ. കാണാനും പറയാനും അന്വേഷിക്കാനും പറ്റുള്ളൂ. ഇവരിപ്പം ഡൽഹി എംബസിയിലോട്ട് അയച്ചു കൊടുത്തിട്ട് പോലും കാര്യമില്ല. അതായത് നമ്മുടെ ITRTO ആണ്, ITRTO തന്നെ ഇത് ഒറിജിനലാണോ അല്ലയോ എന്ന് ഇത് കണ്ടെത്തണം. അതെങ്ങനെ അങ്ങനെ 2017-18 പരിവാഹനിൽ കാണിക്കില്ല ലൈസൻസ്, അങ്ങനെ കാണിക്കാതിരിക്കുന്നുള്ളൂ. എനിക്കതിന് മുമ്പുള്ള ലൈസൻസാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞത് എനിക്കറിയില്ല ആ ഒരു ഇൻഫർമേഷൻ ശരിയാണോ എന്നുള്ളത്. പിന്നെയെന്ന് പറയുമ്പോൾ ഇവർ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. നാട്ടിലുള്ള ടൈമിലൊക്കെ ഇവർക്ക് ഇതെടുത്ത് സ്മാർട്ട് കാർഡ് ആക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്കുണ്ടാകും. സ്മാർട്ട് കാർഡ് ആക്കുക എന്നുള്ളത് തന്നെ ഇവർക്ക്, കാരണം ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സ്മാർട്ട് കാർഡ് ആക്കുക എന്നുള്ളത്. അല്ലാതെ ഇതും കൊണ്ട് ലോകം മൊത്തം ട്രാവൽ ചെയ്ത് പണി മേടിക്കുക എന്നുള്ളതല്ലല്ലോ പരിപാടി. അതൊരു ചെയ്തതുമില്ല. അപ്പം എന്താണെങ്കിലും ഇതിനകത്ത് ഇവർക്കൊരു രാജ്യത്ത് ചെന്ന് അവിടെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവർ ഈ കാണിച്ചിട്ടുള്ളത്. ഇവർ മേ ബി അവരുടെ കയ്യിലുള്ളത് എല്ലാം ഒറിജിനൽ ആയതുകൊണ്ട് തന്നെ അവർക്കത് ഒറിജിനലാണല്ലോ, പിന്നെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിക്ക് എടുത്ത് കൊടുത്തതും ആയിരിക്കാം മേ ബി. എന്താണെങ്കിലും ഇവർ പോലീസുകാർ വന്ന സമയത്തുള്ള ആ വീഡിയോ ഞാൻ അവിടെ വയ്ക്കാം. ഇന്ത്യൻ ഓർ ഇന്റർനാഷണൽ? ഇന്ത്യൻ vehicle passport, tech passport, license, insurance. This is no original. Original. Yes, I'm an Indian. Which road? India. India. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർനാഷണൽ ലൈസൻസ് കൊടുത്തു, ഇന്ത്യൻ ഇന്റർനാഷണൽ കൊടുത്തു, പിന്നെ പുറത്ത് ഇന്റർനാഷണൽ കൊടുത്തു, ഇന്ത്യൻ ലൈസൻസ് കൊടുത്തു. വന്നു, വണ്ടി പിടിച്ചു. ഇത്രയും വൃത്തികെട്ട പെരുമാറ്റം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടില്ല. ഞങ്ങളിപ്പോൾ ഇങ്ങനെ കിടക്കും കേട്ടോ. അവരെന്താ എൻ്റെ പാസ്പോർട്ടും സാധനങ്ങളും മൊത്തം കൊണ്ടുപോയി. ഞങ്ങൾ വണ്ടിയുടെ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി പോവായിരുന്നു. ഈ പോകുന്ന വഴിക്ക് ചേട്ടാ ഒറിജിനൽ കൊടുക്കുക, ചേട്ടാ ഒറിജിനൽ അയക്ക് കൊടുക്കുക. ഇങ്ങനെയാട്ടോ ഇവിടെ ടൂറിസ്റ്റുകളുടെ പെരുമാറ്റം. ദൈവത്തെ ഓർത്ത് എൻ്റെ പൊന്നോ, ഇവിടെ പഠിക്കുന്ന കുറേ പിള്ളേരോട് ഞങ്ങൾ കുറേ കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് ആ സമയം ഒന്നും മനസ്സിലായില്ല. നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം, നമ്മളോട് ആദ്യം ഇവർ ആസ്ക് ചെയ്യണം. അതെ, ആസ്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്താലേ ഇത് ആവുള്ളൂ. പെട്ടെന്ന് നമ്മുടെ സാധനങ്ങളും പാസ്പോർട്ടും എല്ലാ സാധനങ്ങളും പിടിക്കുന്നു. അല്ല, ഇതൊക്കെ തന്നെ ഒരുമിച്ച് ടൂറിസ്റ്റ് ഇവിടെ വന്ന് സെൽഫ് ഡ്രൈവ് ചെയ്യുമ്പോഴും പ്രശ്നം പറ്റുന്നത്. ഒറിജിനൽ ചേട്ടാ മറ്റേ ഒറിജിനൽ ലൈസൻസ് കൊടുത്തോ? എന്ത് കിട്ടുമെന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് വണ്ടി എടുത്ത് തരാൻ പറ്റും? അല്ല, ഒറിജിനൽ ലൈസൻസ് കൊടുക്കുക ചേട്ടാ, ഒറിജിനൽ കൊടുക്കുക. ഇതെന്നറിയോ? ഇന്ത്യ. ഒറിജിനൽ കീപ് ഇറ്റ്. അല്ല, പുള്ളി ഇനി കാര്യമില്ല, മറ്റേതാ പുള്ളി എടുക്കുള്ളൂ. വേണ്ടാന്ന് ആ ബാഗിലേക്ക് വെച്ചു. അപ്പൊ അതെന്നാ കാണിക്കാനാ? പുള്ളിക്ക് മറ്റേതാണ് പുള്ളി എവിഡൻസ് ആയിട്ട് വെച്ചാണ്. ആ കവറിലിട്ട് വെച്ചാണ്. അതാണ് എവിഡൻസ്. ആ സാധനങ്ങൾ ഇനി സബ്മിറ്റ് ചെയ്യും പുള്ളി പോയിട്ട്. എന്തൊക്കെയുള്ളതെന്ന് എടുത്ത് റെക്കോർഡ് ചെയ്തോ കേട്ടോ. ആണോ, റെക്കോർഡ് ചെയ്യാം? കൊടുത്തത് എന്തൊക്കെയാണെന്ന് റെക്കോർഡ് അല്ല, ഒളിമ്പുണ്ടാക്കല്ലേ? ഇച്ചിരി മാറി. ഓക്കെ. പുള്ളിനെ എടുത്താൽ കുഴപ്പമില്ല. ഡോക്യുമെന്റ് ഒറിജിനൽ. നമ്മളെ നാട്ടിലെ പോലീസുകാർക്ക് ക്യാമറ പൊക്കി പിടിച്ച് നമ്മുടെ അടുത്ത് പോയാൽ ചൊറിയാണ്. പിന്നെ അന്യനാട്ടിലുള്ള സീനൊന്നും ആലോചിച്ച് നോക്കുക. അവരെ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ ആ സാധനങ്ങൾ എടുക്കണ്ടേ. ഇപ്പം അയാളുടെ ഫേസ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു ഇടിച്ച് കയറി അയാൾ നെഞ്ഞത്ത് കയറുന്ന പോലത്തെ ക്യാമറയും പിടിച്ച് കയറി കഴിഞ്ഞാൽ അയാൾ കണക്കാതിരിക്കും. അയാളായിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. അവിടെ അയാളായിരിക്കും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതും അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കേണ്ടത്. ഇമാതിരി പരിപാടി അയാളെ റെസ്പെക്റ്റ് ഇല്ലാതെ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ പണി കൊടുക്കാതിരിക്കും. അത് നമ്മളെ നാട്ടിലാണെങ്കിലും ഏത് നാട്ടിലാണെന്നുണ്ടെങ്കിൽ പോലീസുകാരോട് കുറച്ച് റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുക്കണം. കാരണം അവർ നമ്മളെ ഇങ്ങോട്ട് റെസ്പെക്റ്റ് തരുമ്പോൾ നമ്മളത് കൊടുത്തേ പറ്റൂ. ഇവിടുത്തെ വിഷയം അവിടെ നമ്മളിപ്പോൾ കണ്ടപ്പോൾ തന്നെ അറിയാം, ഒരു ഇന്ത്യൻ ലൈസൻസ് നമ്മളുടെ ഈ ലാമിനേറ്റ് ചെയ്ത് ആ പേപ്പറിൻ്റെ കഷ്ണം കണ്ടു കഴിഞ്ഞാൽ നടക്കൂലടെ പരിപാടി. അതപ്പോൾ എല്ലാവർക്കും ഈ അലിബാബയിൽ നിന്ന് മേടിച്ചു തന്നെ അവർ പറയും. പ്രത്യേകിച്ച് ഒരു ചൈനയിൽ നിന്നാണ് ഇങ്ങോട്ട് കൺട്രി ക്രോസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ അവരതന്നെ ചോദിക്കും, നമുക്ക് എവിടെ നിന്ന് ഈ സാധനം കിട്ടി? അലിബാബയിൽ നിന്ന് മേടിച്ചാണ്. നമ്മളിവിടെ നാട്ടിൽ ചോദിക്കുമല്ലോ, മീഷോ നിന്ന് മേടിച്ച സാധനമാണോ എന്നുള്ളത്. അങ്ങനെ അവർ ചോദിക്കൂ. അതൊരു സ്മാർട്ട് കാർഡാക്കി കൊണ്ടുപോകുക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമ്മളെ നാട്ടിലിപ്പോൾ സ്മാർട്ട് കാർഡൊക്കെ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ ഈ സാധനം കണ്ടോ പിടിച്ച് പോയി കഴിഞ്ഞാൽ നടക്കും. അറിയാൻ പാടില്ല. ഇത് എല്ലാം കൂടിയും കണ്ടിട്ട് ഇവരോട് ഒരു ഡോക്യുമെൻ്റ് ചോദിച്ചവർ എല്ലാ ഡോക്യുമെൻറ്റും മേ ബി അവരുടെ ആ ഒരു ഞങ്ങളുടെ എല്ലാം റെഡി ആണല്ലോ എന്നുള്ള ധൈര്യം കൊണ്ട് നമ്മൾ ഇത്രയും രാജ്യം കഴിഞ്ഞു വന്നല്ലോ എന്നുള്ള ധൈര്യം കൊണ്ട് എടുത്ത് കൊടുത്തായിരിക്കണം.
എന്നിട്ട് ഞാൻ എടുത്തു കൊടുത്തു, പണി കിട്ടി. ലാസ്റ്റ് പോലീസുകാരൻ്റെ മറ്റേ ഒളിക്യാമറ വെച്ച് പോകണതിന് പോയി. ലാസ്റ്റ് പോലീസുകാരൻ്റെ നെഞ്ഞത്ത് കയറിപ്പോയി. അയാൾ മാറിക്കാരും പറഞ്ഞു. ആകെ മൊത്തം പോലീസുകാരോടൊരു തീരെ ഒരു എന്താ പറയുക, അവരെ റെസ്പെക്ട് ചെയ്യാത്ത പരിപാടി കാണിച്ചാൽ അവർ പണി തരുന്നുള്ള കാര്യം ഉറപ്പല്ലേ? അതല്ല ഒറിജിനൽ, മറ്റേതാ ഒറിജിനൽ. നിങ്ങളുടെ കയ്യിലുള്ളത് ഒറിജിനൽ, അത് കോപ്പി. പറഞ്ഞോക്കെ. No. This is original. This is copy. Copy. This is original. ഓഹോ, ഓക്കെ ഗുഡ്. ആ കറക്റ്റാടാ, നീ ഒന്നും പറയാൻ നിൽക്കണ്ട. Indian. പക്ഷേ ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടാലോ. ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഓടാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യൻ ലൈസൻസ് വെച്ച് 3 മാസം 6 മാസം ഓടാലോ. ചാർജർ എടുക്കണം. ചാർജറൊക്കെ ചേട്ടൻ്റെ കയ്യിലില്ലേ? ലാപ്ടോപ്പ് ലാപ്ടോപ്പിൻ്റെ ചാർജർ എടുത്തോട്ടോ. സൈൻ കൊടുക്കട്ടെ. ഇത് പിടിച്ചോടാ. ലാപ്ടോപ്പിൻ്റെ ചാർജർ കൂടെ എടുക്കണേടാ. സൈൻ കൊടുക്കട്ടെ. നീങ്ങിന്നല്ലേ പിന്നെ. ചേട്ടാ ഒരു മീറ്റിംഗ് കൂടെ നോക്കി ചേട്ടാ നമ്മുടെ വണ്ടി പിടിച്ചോണ്ട് പോയ ഒരു ലെറ്റർ ഞങ്ങൾക്ക് തരാൻ പറ. അത് വേണം. അതൊന്ന് ചോദിക്കാതെ ചേട്ടാ. അതില്ലാതെ വണ്ടി വിട്ടു കൊടുക്കല്ലോ കേട്ടോ. വണ്ടി ഒന്നും സംഭവിക്കാന്ന് പോകുന്നില്ല. വണ്ടി തരും. ഒന്നും നടക്കൂല. അവന് ഒഫീഷ്യലായിട്ട് അവർ നാളെ പറയുകയാണ് നമ്മുടെ വണ്ടി RT വന്ന് പിടിച്ചോണ്ട് പിന്നെ അവന്റെ കുഞ്ഞ് പിന്നെ ഇത്ര നേരം എടുത്ത പിന്നെ എന്നാ. ഓക്കെ സാർ, താങ്ക് യു. ബട്ട് Indian people, good people. But some people here coming and wait sir. Some people here coming a little bit issue, but all people not problem. Okay. Indian people everyone good, but little people's coming here one so many issues. I know, but all people's good. Please understand. Sir, you India coming, full people respecting. Okay. India coming, you are also very good welcoming. But I am coming in Georgia, bad experience also said. But Georgia is a very good country. ആരും ദൈവത്തെ ഓർത്ത് ഇല്ലീഗലായിട്ടൊന്നും ഇങ്ങോട്ട് വന്നാക്കരുത്. ഇപ്പം ഒരു 100 ആൾക്കാർ ഇന്ത്യക്കാർ അവിടെ ഒരു വലിയ ജയിൽ പോലത്തെ പ്രിസനാണ്. അതിൻ്റെ അകത്താണ് ഞങ്ങളിപ്പം പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നത്. ആ പ്രസിഡൻ്റ് അകത്ത് കിടപ്പുണ്ട്. അതിലൊരു 10-20 മലയാളികളുണ്ട്. അവർ ഞങ്ങളെ കൈ കാണിച്ചു. വലിയ വിഷയമായി. അവിടുന്ന് പോലീസുകാർ വന്നു, ഞങ്ങളെ പേടിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവന്മാരുടെ ഒരു അവസ്ഥയാണ് ആലോചിക്കുന്നത്. ഈ ഒറിജിനൽ കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഫോട്ടോസ്റ്റാറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ഒക്കെ എല്ലാം കൂടി എടുത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് അയാൾ കൺഫ്യൂസ്ഡ് ആയി. വേറെ രാജ്യത്തുള്ള പോലീസുകാരന് നമ്മളെ രാജ്യത്തുള്ള ഡോക്യുമെന്റ്സ് കാണിക്കുമ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ സാധനങ്ങൾ മാത്രമേ അവർക്ക് കണ്ടാൽ മനസ്സിലാവും. എല്ലാം കൂടി മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ കൺഫ്യൂസ്ഡ് ആവും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരുടെ മുന്നിൽ തന്നെ അറിയാത്ത മുറി ഇംഗ്ലീഷും പറഞ്ഞ് അവരോട് വള്ളിയും മേടിച്ച് കൂട്ടി യുവർ കൺട്രി, അവർ കൺട്രി, ഓൾ റെസ്പെക്ട് കൺട്രി, ദിസ് കൺട്രി, ദാറ്റ് കൺട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൺഫ്യൂഷൻ ആവില്ല. അവർക്ക് അപ്പോഴേ ഡൗട്ട് അടിക്കും ഇവർ ആരുടെ എന്നുള്ളത്. ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്യുന്നവർ അത്യാവശ്യം ഈ ലാംഗ്വേജ് പഠിച്ച് ട്രാവൽ ചെയ്യുന്നതാണ് അവരുടെ ബോധവും ബുദ്ധി ഉണ്ടാവും. ഇത് അവിടെ ചെന്നിട്ട് ദിസ് ദാറ്റ് വാസ് എന്നൊക്കെ പറഞ്ഞ് അവരോട് തന്നെ പ്രൊവോക്ക് ചെയ്ത് അവർക്ക് പ്രൊവോക്കായി. ഇനിയിപ്പോൾ ഞാൻ ആലോചിക്കുന്നില്ല, ജോർജിയയിൽ പോലീസുകാർ അത്യാവശ്യം ഈ പറഞ്ഞ മാതിരി ഇന്ത്യക്കാരുള്ള നാടാണ്. അല്ലെങ്കിൽ മലയാളികൾ തന്നെ ചിലപ്പോൾ പലരും ഉണ്ടാവും. ഇവരോട് ഈ വ്ളോഗിനകത്ത് ഇരുന്നിട്ട് അവരുടെ രാജ്യത്തിനെയും പോലീസിനെയും കുറ്റം പറയുന്ന പരിപാടി തെറിയൊക്കെ വന്നുകൊണ്ട് അവിടെ ആ മൂത്തതിൻ്റെ വായന്ന്. അപ്പം അങ്ങനത്തെയൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ ഇത് 8 16 ഇനി ഒരു 8 കൂടിയും കൂട്ടിയിട്ട് അതിലും കൂടുതൽ പണി കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇവർ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പ്രിസൺ സ്ഥലത്ത് ചെന്ന സമയത്ത് അവിടെയുള്ള മലയാളികൾ ഇവരെ കണ്ടിട്ട് കൈയും കാലും കാണിച്ച് അവിടുന്ന് അങ്ങോട്ട് കൊണ്ട് കൈയും കാലും കാണിച്ച് അവിടെ അലമ്പ്. ആ മൊത്തം നോട്ടപ്പുള്ളികളായിട്ടിരിക്കുന്ന അവസ്ഥയെന്ന് തോന്നുന്നു. ഞാൻ എന്താ പറയുക, വർഷങ്ങളായിട്ട് ഇവരെ വീഡിയോ കാണുന്ന ഒരാളാണ്, എപ്പോഴും കാണാറുണ്ട്. ഇമ്പ്രൂവ് ചെയ്തേ പറ്റും. ഓക്കെ, നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യും, പഠിക്കാൻ നോക്കുക. പണ്ട് പഠിക്കാൻ പറ്റില്ല, ഓക്കെ ഫൈൻ. ഇപ്പം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറി, സാഹചര്യങ്ങൾ മാറി, നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യമാണ്, പഠിച്ചുകൂടെ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടുക. അല്ലാതെ ഈ ഇതും വെച്ചിട്ട് എത്ര കാലം നിങ്ങൾക്ക് തള്ളിപ്പോകാൻ പറ്റും? ഇതൊന്നുമല്ല, നല്ല അടാറ് ലോക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പണി എന്താണെന്നുണ്ടെങ്കിലും. രക്ഷപ്പെട്ട് പോരുകയാണെങ്കിൽ പോരട്ട്. അത് കഴിഞ്ഞിപ്പോൾ ഈ പറഞ്ഞ പോലെ ഈബിൾ സെറ്റാണ്, എല്ലാം കോണ്ടൻറ്റാണ് അവർക്ക്. മനസ്സിലായോ? ജസ്റ്റ് ഇനി ഇവിടെ പോലീസ് ഇരിക്കാൻ പറഞ്ഞാൽ അടക്കം ചിലപ്പോൾ 20 ദിവസം ഞങ്ങളവിടെ ഇരുന്ന് ഇനി ഞങ്ങൾ അവിടെ അടച്ചിട്ടേ പോകുമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു ടീമും കൂടി, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും കൂടി ഉള്ള ആളുകളും കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ 10-20 ദിവസം ഞങ്ങളിവിടെ ഇരുന്ന് ഞങ്ങൾ എന്തായാലും ഇത് കണ്ടൻ്റാക്കിയിട്ട് പോകാതെ പറഞ്ഞ് കിടക്കുമാവും. അതാണെങ്കിൽ നമുക്ക് കണ്ടറിയാം.